രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചപ്പാത്തിയും ഞങ്ങളുടെ കാബൂളി ചണ ഫ്രൈയും ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറിനായിട്ട് ചുണ്ടങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ചുണ്ടങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുണ്ടങ്ങ ജസ്റ്റ് കുറച്ച് എണ്ണയിൽ രണ്ടാക്കി മുറിച്ചിട്ട് കുറച്ച് എണ്ണയിൽ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് എണ്ണയിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, കണ്ണിലൊക്കെ തെറിക്കാൻ ചാൻസസ് ഉണ്ട്. സോ ഹാഫായിട്ട് മുറിച്ചിട്ടാണിത് ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കിയത്. ഹാഫായിട്ട് ഇത് മുറിച്ചിട്ട് ഇതിൽ പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ജീരകം, കടുക് എന്നിവയെല്ലാം ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലോട്ട് മോര് ഒഴിക്കുന്നതാണ്. വേണമെങ്കിൽ തേങ്ങ അരച്ചും ചേർക്കാം. ഞാൻ തേങ്ങ അരയ്ക്കാതെ മോര് മാത്രം ഇട്ടിട്ടാണ് ഈ പുളിശ്ശേരി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല ചൂട് പൊന്നിയരിയുടെ ചോറാണ്. അപ്പോൾ അതിന് ചുണ്ടങ്ങ പുളിശ്ശേരിയാണെന്ന് ഒഴിച്ചു കറിയായിട്ടുള്ളത്. പിന്നെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബീട്രൂട്ടും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട മെഴുക്ക് പുരട്ടിയാണ്. പിന്നെ ഞങ്ങളുടെ രാവിലത്തെ കുറച്ച് ലെഫ്റ്റ് ഓവർ ചണ ഉണ്ടായിരുന്നു, ചണ ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചിയിൽ നിന്നും കൊണ്ടുവന്ന കുരുമുളക് പപ്പടവും ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കുരുമുളക് പപ്പടം കൂട്ടി ചോറുണ്ണാനായിട്ട്.